എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 ആണ്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Swords, Nine of Swords, Empress, Ace of Swords, Ace of Pentacles, Eight of Swords, Three of Pentacles, Seven of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം പൊതുവിൽ വളരെ നല്ലൊരു വർഷം തന്നെ ആയിരിക്കും. ആദ്യം തന്നെ പറയുകയാണ് എങ്കിൽ 5 ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്ന് നിങ്ങളുടെ അതായത് മറ്റുള്ളവരുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊരു കടന്നുകയറ്റമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കാതിരിക്കുക. കാരണം ഇവിടെ ഒരു നിങ്ങളെ മറ്റുള്ളവർ മുതലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ. ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. കാരണം മറ്റുള്ളവർ ഇങ്ങനെ മുതലെടുക്കുമ്പോൾ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ അവർ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കും. അവർക്ക് കാര്യം മനസ്സിലായി അവർ നിർത്തിപ്പോവും. സ്വയം എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല, അവരൊരിക്കലും നിർത്തിപ്പോവില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ തുറന്ന് പറയേണ്ടി വരും. നിങ്ങളതിൽ നിന്ന് കൊടുക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ അത് വളരെയധികം ബുദ്ധിപരമായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ജീവിതം എപ്പോഴും ഫെയർ ആയിരിക്കുക. ജീവിതം എപ്പോഴും ലൈഫ് ഈസ് നോട്ട് ഫെയർ എന്ന് ആളുകൾ പറയുന്നുണ്ട്. ലൈഫ് ഈസ് നോട്ട് ഫെയർ, അത് സത്യമാണ്. എപ്പോഴും അത് ഫെയർ ആയിരിക്കണം എന്നില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് മുതലെടുക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അതായത് ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല, സൗഹൃദങ്ങൾ പലരും പറയും ബന്ധങ്ങൾ നിലനിർത്താൻ ക്ഷമിച്ചു കളയാന്നൊക്കെ പറയും. നിങ്ങളുടെ ആത്മാഭിമാനം വിട്ട് കളഞ്ഞിട്ട് ബന്ധം നിലനിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക. ലൈഫിൽ ചില ആളുകൾക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, ചില ബന്ധങ്ങൾ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ നിലനിർത്തുന്നത് അവസരം വരുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്ന ആളുകളാണെങ്കിൽ അത് നിലനിർത്തി പോയത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. മറിച്ച് അത് നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ബന്ധങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്കല്ല പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തിടെയായിട്ട് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിന്നിരുന്ന ആളുകളാണെങ്കിൽ ഇനി പുതിയ തുടക്കങ്ങളൊക്കെയാണ് വരുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം പുതിയ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം മുൻപന്തിയിലേക്ക് പോകുന്ന ഒരു സമയം. ഇപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വളരെ ഒരു സാറ്റിസ്ഫൈയിങ് സംതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ജീവിതവും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് 2025 കടക്കുമ്പോൾ ഉണ്ടാവുക. പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പലരും നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങുന്നു. അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ അതായത് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുക. ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനിടയിലുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിലും ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകുന്നവർ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഒരു ഗാർഡൻ, നിങ്ങളുടെ എന്താ പറയുക, നമ്മൾ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ അടുക്കളയുടെ നിങ്ങൾക്കുള്ള അതേ സ്പേസിൽ, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പോലും ചെറിയ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ ചെടികളോ എന്തെങ്കിലും ഹെർബ്സ് ഒക്കെ വച്ചുപിടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പറ്റുന്നിടത്തോളം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ വളർത്തിയ പച്ചക്കറികളൊക്കെ കഴിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. കുറഞ്ഞ പക്ഷം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആരോഗ്യകാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ആണെങ്കിലും ഓക്കെ, അതായത് കൂടുതലായിട്ട് പുറത്തൊന്നും കഴിക്കുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആവുന്നുണ്ട് നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് സോഡ്സ് ആണ്, അതേപോലെ 8 ഓഫ് സോഡ്സ്. 9 ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് സോഡ്സ് എനർജിയാണ്. ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഭക്ഷണ കാര്യങ്ങളിലാണ് കൂടുതൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ മാനസിക ആരോഗ്യവും വളരെ പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ മാനസിക ആരോഗ്യം നല്ലതല്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ഉറക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും എവിടെയെങ്കിലും കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഏതു നേരവും ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യം നമുക്കൊന്നും ചെയ്യാൻ അതായത് ശരീരവും നമ്മളെ കൈവിടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ പലപ്പോഴായിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു 3 മാസം കൂടുമ്പോൾ എന്ന് പറയുന്ന പോലെ നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളത് മാറ്റാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് കുറവാണ്. പലർക്കും ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ എപ്പോഴും പ്രത്യേകം വയ്ക്കുക. കാരണം നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് പലരെയും ഈ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവികളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. കൂടാതെ ചുറ്റുമുള്ള ആളുകളും ഉണ്ടാവും എപ്പോഴും ഇത് പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ. അപ്പോൾ ജീവിതത്തിൽ തോൽക്കുന്നവരാരാണ്? ശ്രമിക്കുമ്പോഴാണ് തോൽക്കുന്നത്. ശ്രമിക്കാതിരുന്ന, അതായത് ഒന്നും ചെയ്യാതിരുന്ന ആരും തോൽക്കില്ല. കാരണം തോൽക്കണമെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കണം. മത്സരത്തിൽ പങ്കെടുത്താൽ 2 കാര്യമാണ്, ഒന്നുകിൽ തോൽക്കും അല്ലെങ്കിൽ വിജയിക്കും. അപ്പോൾ പങ്കെടുക്കാതെ മാറി നിന്ന് കൈയടിക്കുന്നവർക്ക് എന്തും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പോസിറ്റീവായിട്ടിരിക്കുക, ഇനിയും ശ്രമിക്കുക എന്നുള്ളതാണ്. തോൽവി വിജയത്തിൻ്റെ മുന്നോടി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ എംബ്രസ് എനർജിയാണ്. പിന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ വിവാഹം അതുപോലുള്ള കാര്യങ്ങൾ, അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഈ ഒരു വർഷം. അതേപോലെ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് വിപുലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ലിറ്ററലി ഇപ്പോൾ വീടുള്ള ഒരാളാണെങ്കിൽ ഒരു മുറി കൂടി എക്സ്ട്രാ എടുക്കുന്നതോ, അല്ലെങ്കിൽ വീട് പൊളിച്ച് ഒരു ഭാഗം പൊളിച്ച് അതൊന്നും കൂടി പുതുക്കി പണിയുമ്പോൾ അത് ഒന്നും കൂടി വിപുലപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യമാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ പ്രഗ്നൻസി ആവാം, ഒരു കുടുംബത്തിൽ ഒരു അംഗം കൂടി വരുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കുടുംബത്തിലുള്ള, അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മാത്രമാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ജോലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ്, ഭാര്യ ഭർത്താവോ ആരെങ്കിലും ഒരാളെങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ മക്കളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നതോ അങ്ങനെയൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ മറ്റൊരാൾക്ക് കൂടി ജോലി ലഭിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു വർഷമാണ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് സോഡ്സ് എനർജിയും 7 ഓഫ് സോഡ്സ് എനർജിയാണ്. പുതിയ തുടക്കവും ജീവിതത്തിൽ പല പല കാര്യങ്ങളും നേടുന്നതുമായിട്ട് കാണിക്കുന്നുണ്ട്. 8 ഓഫ് സോഡ്സ് എനർജിയാണ്. ഇത് നിങ്ങളെ വളരെയധികം മറ്റുള്ളവരെ, ഇപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പലതും പല പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രോസ് റോഡിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പുറത്ത് വരികയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ
അത് നേടിയെടുക്കുന്നതിൻ്റെ ഒരു തൃപ്തി അനുഭവിക്കുന്നുണ്ട്. ഒരു ആഹാ മൊമെൻ്റ്, ഒത്തിരി സന്തോഷം തരുന്ന മൊമെൻറ്റ്സ് ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം. അപ്പോൾ നിങ്ങൾ പരമാവധി മനസ്സിനെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ എല്ലാവരോടും സംഭാഷണം, നല്ല കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരെയൊക്കെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ശ്രമം വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ വഴിയെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പലതും നേടുന്നുണ്ട്. പലതും നേടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങളുടേതല്ലാത്തതൊന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും പലതും നമ്മൾക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ടാവും, മറ്റാർക്കും ആവശ്യക്കാരില്ല എന്ന് വരുമ്പോഴോ, അല്ലെങ്കിൽ കിട്ടുമ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ, ചില ആളുകളുണ്ട്, ഇപ്പോൾ ഒരു മിഠായി കൊടുക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുക്കും, ചില ആളുകൾ 5-6 ഒരുമിച്ച് എടുത്തിട്ട് കൊണ്ടുപോകണം കാണാം. അപ്പോൾ അത് ആ ഒരു രീതിയിൽ പോവാതിരിക്കുക. അതായത് മറ്റുള്ളവരെ കൂടി കണക്കിലെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദുരാഗ്രഹം അത്യാഗ്രഹം ഒന്നും ആവാതിരിക്കുക എന്ന് മാത്രം. പിന്നെ നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.